എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക. 23 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കേരളത്തിൽ ആനുകൂല്യം വാങ്ങുന്നുണ്ട്. അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള അറിയിപ്പ്. ജനുവരി മാസം 15-ാം തീയതി എല്ലാവർക്കും സന്തോഷം നൽകുന്ന ആ ഒരു തീയതിയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് തന്നെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. വിശദമായിട്ടുള്ള ആ അറിയിപ്പുകൾ നോക്കാം. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് തുക വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ചില അറിയിപ്പുകളായിട്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നതുമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംബന്ധിച്ചുള്ള നടപടികൾ ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല 15 ഗഡു തുക മുടങ്ങാതെ, ഒരു ഗഡു പോലും കറക്റ്റായിട്ട് മുടങ്ങാതെ, അല്ലെങ്കിൽ ഒരു ഗഡു പോലും മുടങ്ങാതെ കറക്റ്റായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. ഇത് ആശ്വാസം നൽകുന്ന കർഷകരായിട്ടുള്ള വളരെ വലിയ ഒരു സമൂഹം കേരളത്തിലുണ്ട്. ഏകദേശം 23 ലക്ഷം ആളുകളുണ്ട് കേരളത്തിൽ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നത്. മുൻപ് ഈ KYC ചെയ്യാത്തതിന്റെ പേരിലും അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ചെയ്യാത്തതിന്റെ പേരിലും ഒക്കെ തുക മുടങ്ങി കിടക്കുകയും അതിനുശേഷം തുക കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം പല ആളുകൾക്കും ഉണ്ടായി. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നത്, ഈ ഒരു മുടങ്ങിക്കിടക്കുന്ന തുക എത്രയാണോ അത് നൽകാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാണ്. അല്ലെങ്കിൽ ഈ ഒരു തുക എത്ര രൂപയാണോ, 5000, 6000, 10000 എത്രയായാലും അത് നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പഞ്ചായത്തുകളിലും കൃഷി ഓഫീസുകൾ മുഖേന നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചുകൊണ്ട് ഈ ഒരു നടപടി പൂർത്തീകരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലാണോ തുക മുടങ്ങിക്കിടക്കുന്നത് അതിന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് തുക നൽകുവാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാ ജില്ലകളിലും ഇത് സംബന്ധിച്ചുള്ള നടപടികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് ഇത്. വളരെയധികം ആളുകളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 10000 രൂപ വരെയൊക്കെ പല ആളുകൾക്കും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു നടപടി എല്ലാവരും പൂർത്തീകരിക്കുക. നിങ്ങൾക്ക് തുക മുടങ്ങി കിടക്കുന്നുണ്ട് എങ്കിൽ ജനുവരി മാസം 15-ാം തീയതി വരെയാണ് ഇതിന് ഒരു സാവകാശം എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഈ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയായാലും വളരെ പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, പൂർത്തീകരിക്കുക. കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പൂർത്തീകരിക്കുക. നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന തുക എത്രയാണോ ആ തുക നിങ്ങൾ വാങ്ങിച്ചെടുക്കുക. നിങ്ങളുടെ ആരുടെയും ഔദാര്യമല്ല, നിങ്ങൾക്ക് അവകാശപ്പെട്ട തുകയാണ് എന്നൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു തുക നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണിത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ നമ്മൾ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്.